സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇപ്പോഴ് ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഋഷി കപൂർ, ഹിന്ദിയിലെ പ്രശസ്തനായിട്ടുള്ള സിനിമാ നടൻ ഋഷി കപൂർ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പോഴും ശശി തരൂർ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. അദ്ദേഹം എന്താണ് എഴുതിയിരിക്കുന്നത്, അതിന് ഇംഗ്ലീഷും നമുക്ക് വിശകലനം ചെയ്ത് നോക്കാം. Saddened to hear that my senior schoolmate at Mumbai's Campion School, Rishi Kapoor, whom I competed with in inter-class dramatics in 1967-68, has gone to a better world. From the romantic hero of Bobby to the mature character actor of his latest films, he evolved remarkably. R.I.P. ഇവിടെ അദ്ദേഹം സാഡൻ എന്നുള്ളതിൻ്റെ V3 ആണ് സാഡൻഡ്. ഈ സാഡൻ എന്ന് പറഞ്ഞാൽ ദുഃഖിപ്പിക്കുക എന്നുള്ള അർത്ഥം. സാഡൻ ടു ഹിയർ ദാറ്റ്, ഓക്കെ, കേട്ടതിൽ ദുഃഖം തോന്നി. ദാറ്റ് മൈ സീനിയർ സ്കൂൾമേറ്റ്, ഇവിടെ സ്കൂൾമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹപാഠി എന്നുള്ളതാണ്. നമുക്ക് പിന്നെ ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിച്ചു എന്നുള്ള അർത്ഥമാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. സീനിയർ സ്കൂൾമേറ്റ് എന്ന് അദ്ദേഹം പിന്നെ അപ്പോൾ ശശി തരൂറിൻ്റെ പിന്നെ സീനിയർ ആയിരുന്നു ഋഷി കപൂർ എന്നുള്ളതാണ് എല്ലാത്തിനും മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ക്ലാസ്മേറ്റ്, ക്ലാസ്സിൽ പഠിച്ചവർ, ഓഫീസ് മേറ്റ്, ഓഫീസിലുള്ളവർ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ക്യാമ്പ്യൻ സ്കൂൾ മുംബൈയിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്കൂളാണ്. ഒരു ജസ്യൂട്ട് കാത്തലിക് സ്കൂളാണത്. അത് ഫോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മുംബൈയിലുള്ളത്. അവിടെയാണ് ശശി തരൂർ പഠിച്ചത്. ശശി തരൂർ ആദ്യം പഠിച്ച സ്കൂള് മോൺഫോർട്ട് സ്കൂൾ, ഏർക്കാട് എന്ന് പറഞ്ഞ സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. അവിടെ ഒരുപാട്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സിനിമാ നടൻ വിക്രം, തമിഴിലെ സിനിമാ നടൻ വിക്രം പഠിച്ചത് അവിടെയാണ്. കേരളത്തിലുള്ള MP ജോസ് കെ മാണിയും വിക്രമും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, ഒരു ക്ലാസ്സിൽ പഠിച്ചവരാണ്. ഇപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി പേര് പഠിച്ചിട്ടുള്ള ഒരു സ്കൂളാണ് ഈ മോൺഫോർട്ട് സ്കൂൾ, ഏർക്കാട് എന്നുള്ളത് തമിഴ്നാട്ടിലുള്ളൊരു സ്കൂളാണ്. ഇപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം ഈ ക്യാമ്പ്യൻ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലേക്ക് വന്നത്, മുംബൈയിലേക്ക് വന്നത്. ഓക്കെ, അദ്ദേഹം പറയാണ് ഹൂം ഐ കമ്പീറ്റഡ് വിത്ത്. ഓക്കെ, ഈ ഹും എന്ന് പറഞ്ഞാൽ ആരോടാണ് കമ്പീറ്റ് ചെയ്യുന്നത്, അത് ഋഷി കപൂറിനോടാണ് കമ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മത്സരിക്കുക എന്നുള്ളതാണ് അർത്ഥം. കമ്പീറ്റഡ്. ഓക്കെ, കമ്പീറ്റഡ് വിത്തിൻ ഇന്റർ ക്ലാസ് ഡ്രാമറ്റിക്സ്. ഓക്കെ, ഇന്റർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ തമ്മിലുള്ള, ഡ്രാമറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡ്രാമ, നാടക കോമ്പറ്റീഷനിൽ മത്സരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാണ് ഇൻ 1967-68 ഹാസ് ഗോൺ ടു എ ബെറ്റർ വേൾഡ്. അദ്ദേഹം വേറൊരു ലോകത്തേക്ക് പോയി, ഇതിലും നല്ലൊരു ലോകത്തേക്ക് പോയി എന്നാണ് ഇവിടെ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. അവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, നമുക്ക് കാണാൻ പറ്റും, ഹാസ് ഗോൺ. അതുപോലെ തന്നെ ഋഷി കപൂറിനെ പറ്റി പറയുകയാണ് ഫ്രം ദ റൊമാൻറ്റിക് ഹീറോ. ഓക്കെ, വളരെ ചെറുപ്പത്തിൻ്റെ പ്രേമിക്കുന്ന ഒരു കഥാപാത്രമായിട്ടൊക്കെയാണ് ബോബി എന്നുള്ള സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചത്. അവിടെ നിന്നും ടു ദി മാച്വർ ക്യാരക്ടർ, അവിടെ നിന്നും ഫ്രമും ടു ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ഫ്രം എവിടെ നിന്നും റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു ബോബിയിൽ, അവിടെ നിന്നും ടു ദ മാച്വർ ക്യാരക്ടർ, കൂടുതൽ മച്വർ എന്ന് പറഞ്ഞാൽ പക്വമായിട്ടുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ആക്ടറാണ്. എപ്പോഴും ഇൻ ഹിസ് ലാസ്റ്റ് ഫിലിംസ്, അവസാനത്തെ സിനിമകളിലൊക്കെ. അതുപോലെ തന്നെ അദ്ദേഹം പറയാണ് ഹി ഇവോൾവ് എന്ന് പറഞ്ഞാൽ കാലാനുഗതമായിട്ട് മാറുക, നന്നായിട്ട് വരിക എന്നുള്ളതാണ്. അവിടെ ഇവോൾവ്, അതാണ് ഉദ്ദേശിക്കുന്നത്, കൂടുതൽ മെച്ചത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഇവോൾവിൻ്റെ V2 V3 ആണ് ഇവോൾവ്. അതുപോലെ തന്നെ പറയുകയാണ് റിമാർക്കബിളി എന്ന് പറഞ്ഞാൽ അസാധാരണമായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് എനിക്ക് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.